ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഔതക്കുട്ടിയോട് സ്റ്റാൻലി ഓരോന്ന് എണ്ണി എണ്ണി ചോദിക്കുന്നുണ്ട്. ആക്സിഡന്റ് ഉണ്ടായതും കൂടെ ഉണ്ടായിരുന്ന തോമസ് മരിച്ചു പോയതും പിന്നീട് ആ കേസ് തേച്ചു മാച്ചു കളഞ്ഞതിലുമൊക്കെ അപ്പച്ചന്റെ പങ്കുണ്ട് എന്ന് പറയുമ്പോൾ ഔതക്കുട്ടി ഒന്ന് പതറുന്നുണ്ട്. അതേസമയം ബാലചന്ദ്രന് ചായയുമായി അലീന വരുന്നു. ചായ കൊടുത്തിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന അലീനയോട് അതെ ആ പത്രം ഇങ്ങ് താടി പെണ്ണേ എന്ന് പറയുമ്പോൾ അച്ഛൻ പത്രം വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അച്ഛ ചായ കുടിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ പത്രം തരുന്നുള്ളൂ, അല്ലെങ്കിൽ ചായ ആറിപ്പോവും എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ വേഗം ചായ കുടിച്ച് തീർക്കുന്നു. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ആ ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞയാൾ വിളിച്ചോ? നമുക്ക് വെയിറ്റ് ചെയ്യണോ? വേറെ നോക്കിക്കൂടെ എന്നൊക്കെ. കുറച്ചുകൂടി നോക്കാം, അതിന് ഫലം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അപ്പോൾ അലീന പറയുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ, കഴക്കൂട്ടത്തെ ഒരു വൃദ്ധസദനത്തിൽ ആയിയെ ആവശ്യമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അവിടെ പോയി നിന്നോളാം എന്ന് പറയുമ്പോൾ, നിനക്ക് എന്താ എത്ര ധൃതി? ഇവിടെയുള്ളവരെയും ഈ വീടുമൊക്കെ നിനക്ക് അത്രയ്ക്ക് വെറുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല അച്ഛാ, മാഡത്തിന് ഇങ്ങോട്ട് വരണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട്, മാഡം ഇങ്ങോട്ട് വന്ന് എന്തു കാണിക്കാനാ? ഇവിടെ വന്ന് പാലും പഴവും ഒഴുക്കോ? ഇക്ഷ ഇണ്ണ ഇറ എന്ന് വരയ്ക്കും, അത്ര തന്നെ എന്ന് പറഞ്ഞ് വല്ലാതെ ചൂടാവുന്നുണ്ട്. എൻ്റെ പൊന്നേ, ഞാൻ പറഞ്ഞതെല്ലാം ഇങ്ങ് തിരിച്ചെടുത്തു, എന്താ പോരെ എന്ന് ചോദിക്കുമ്പോൾ, ആ മതി, അതാ നല്ലത് എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. ഇവിടെയാണെങ്കിൽ സ്റ്റാൻലി ഒരു ദൂരയാത്രയ്ക്ക് പോവുകയാണ് എന്ന് തോന്നുന്നു. ആൻ്റപ്പൻ അതൊക്കെ കാറൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അന്നേരം പൗലോച്ചൻ വന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ? ദൂരയാത്രയുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന്. ആൻ്റപ്പൻ പറയുന്നത്, ഒന്നും അറിയാൻ മേല, പാലാക്കാരൻ വന്നതിൽ പിന്നെ കുറച്ച് ടെൻഷനാണ് എന്ന്. ഇവർ സംസാരിക്കുമ്പോൾ സ്റ്റാൻലി റെഡിയായി ബാഗും തൂക്കി വരുന്നു. ആൻ്റപ്പൻ്റെ കയ്യിൽ ബാഗ് കൊടുത്ത് താക്കോലും വാങ്ങി സ്റ്റാൻലി വണ്ടി സ്റ്റാർട്ടാക്കി പോകുമ്പോൾ ആൻ്റപ്പനും പൗലോച്ചനും പറയുന്നുണ്ട്, എന്തോ പന്തികേടുണ്ട് ആ പോക്കിന് എന്ന് തോന്നുന്നു. പിന്നീട് ബാലചന്ദ്രൻ റെഡിയാകുമ്പോഴേക്കും അലീന ചായയുമായി വരുന്നു. അന്നേരം സ്റ്റാൻലിയുടെ ഫോൺ വരുമ്പോൾ അലീനയെ വേഗം ഒഴിവാക്കി ബാലചന്ദ്രൻ ഫോൺ എടുക്കുന്നു. സ്റ്റാൻലി ബാലചന്ദ്രനെ കാണണം, പാലായിൽ ഹോട്ടൽ റൂം എടുത്ത് വിളിക്കാം എന്ന് പറയുന്നു. ബാലചന്ദ്രൻ ആകെ ടെൻഷനിലാവുന്നുണ്ട്. ഇനി സ്റ്റാൻലി ഓക്കെ പറഞ്ഞാൽ അലീന ഇവിടം വിട്ടു പോകുമല്ലോ എന്നോർത്തായിരിക്കും ആ ടെൻഷൻ. ബാലചന്ദ്രനും വേഗം ഇറങ്ങി കാറിൽ കയറുമ്പോൾ വീണ്ടും സ്റ്റാൻലിയുടെ ഫോൺ വരുന്നുണ്ട്. ഹോട്ടലിൻ്റെ അഡ്രസ്സും റൂം നമ്പറും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. ബാലചന്ദ്രൻ ഗോവർദ്ധനെയും വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പോയി കഴിയുമ്പോൾ അലീന ശരണ്യെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ശരണ്യ ഭയങ്കര പഠിപ്പിലാണ്. ശരണ്യ ഫോൺ വിളിക്കാത്തതിൽ കുറച്ച് പരിഭവമൊക്കെ പറയുന്നുണ്ട്. അവളോട് നന്നായി പഠിക്കാൻ പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞ് ശരണ്യയുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അലീന. അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് നമുക്ക് പ്രമോ ആയി കാണിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.